അസ്സലാമലൈക്കും, നമസ്കാരം. എന്തൊക്കെ മുത്തുമണിയുടെ വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും സുഖമല്ല? എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു. എല്ലാവരും സുഖമായിരിക്കട്ടെ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു സോസേജ് മസാല ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഒന്ന് കണ്ടുപോയിക്കോളൂ കേട്ടോ. സോസേജ് മസാല, നല്ല അടിപൊളിയായിട്ട് സോസേജ് മസാല ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ്. സോസേജ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതിൻ്റെ കൂടെ കുറച്ച് ക്യാപ്സിക്കനും കുറച്ച് ക്യാരറ്റും ഒക്കെ ഇട്ടിട്ട് ഫ്രൈ ആക്കി എടുത്തിട്ടാണ് സോസേജ് മസാല ഉണ്ടാക്കുന്നത്. നമ്മൾ ചിക്കനൊക്കെ ഫ്രൈ ചെയ്യണ മാതിരി, ചില്ലി ചിക്കനും ചിക്കൻ മസാലക്കൊക്കെ ഫ്രൈ ചെയ്യണ മാതിരി സോസേജ് ഫ്രൈ ആക്കി എടുക്കുക. അതിൻ്റെ കൂടെ കുറച്ച് ക്യാപ്സിക്കനും കുറച്ച് ക്യാരറ്റും ഒക്കെ നല്ല നൈസായിട്ട് കട്ട് ചെയ്തിട്ടിടുക. എന്നിട്ട് ആണ് മസാല ഉണ്ടാക്കുന്നത്. അപ്പോൾ മസാല ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ സാധാരണ മുളകും പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാലയൊക്കെ കുറച്ച് മീറ്റ് മസാലയൊക്കെ ഇട്ടിട്ട് ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ടിട്ട് വാട്ടി നല്ല മസാല ആക്കിയിട്ട് എടുക്കുക. അതിൻ്റെ കൂടെ കുറച്ച് ടൊമാറ്റോ കച്ചപ്പ് ഒഴിക്കുക, ടൊമാറ്റോ പേസ്റ്റ് ഒഴിക്കുക. ടൊമാറ്റോ പേസ്റ്റ് ഇല്ലെങ്കിൽ കുറച്ച് ടൊമാറ്റോ അരച്ചിട്ട് ഒഴിച്ചാലും മതി, എന്നാലും ടേസ്റ്റ് ഉണ്ടാവും. കാറ്ററിങ്ങിലില്ലാണ്, നമ്മളെ കാറ്ററിങ്ങിൽ ഇന്നത്തെ ഒരു നോൺ വെജാണ്, ചിക്കൻ സോസേജാണ് കേട്ടോ. ചിക്കൻ സോസേജാണ്. അത് നല്ല മസാല ആയിട്ട് എടുക്കുകയാണ്. ചപ്പാത്തിൻ്റെ കൂടെ റൈസിൻ്റെ കൂടെയൊക്കെ കഴിക്കാം, നല്ല ടേസ്റ്റ് ഉണ്ടാവും. ചില ആൾക്കാർക്കൊന്നും സോസേജ് ഇഷ്ടപ്പെടില്ല, പക്ഷേ നല്ല പോലെയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ സാധനം നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. സ്ഥിരമായിട്ട് കഴിക്കുമ്പോൾ ടേസ്റ്റ് ഇല്ലെങ്കിലും എപ്പോഴെങ്കിലുമൊക്കെ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും, കുറച്ചൊക്കെ ആയിട്ട് കഴിക്കുകയാണെങ്കിൽ. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്കും കമൻറ്റും ചെയ്യാനൊന്നും മറക്കരുത്. ഫുള്ളായിട്ടൊന്ന് വാച്ച് ചെയ്യുക. പുതിയ മുത്തുമണികൾ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഒന്ന് അടിച്ചെടുത്ത് ഒന്ന് ഹാൾന്ന് കൊടുക്കുക. ഞാനിടുന്ന വീഡിയോസുകളൊക്കെ ചെറുതങ്ങൾക്ക് കിട്ടും. നമ്മളെ കാറ്ററിങ്ങിൽ നിന്ന് ഉണ്ടാകുന്ന ചെറിയ ചെറിയ വീഡിയോസുകളൊക്കെ ടൈം കിട്ടുന്നതിനനുസരിച്ച് ഞാൻ ഇടലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം. അതുപോലെ നിങ്ങൾക്ക് ഉണ്ടാക്കി കഴിക്കുന്നെങ്കിൽ കഴിക്കാം. സോസേജ് അധികം പ്രവാസികളായിരിക്കും കഴിക്കുന്നുണ്ടാകുക. നാട്ടിൽ സാധനം കഴിക്കുന്ന കുറവായിരിക്കും. നാട്ടിലൊക്കെ സാധനമൊക്കെ കിട്ടുന്നുണ്ട്, ഇപ്പോൾ നാട്ടിലൊക്കെ സാധനം വരുന്നുണ്ട്. ചിക്കൻ സോസേജ് ഉണ്ട്, ബീഫ് സോസേജ് ഉണ്ട്, മട്ടൻ സോസേജ് ഉണ്ട്, എല്ലാറ്റിൻ്റെയും ഉണ്ട്. നമ്മളിവിടെ ഉണ്ടാക്കുന്ന ചിക്കൻ സോസേജാണ് കേട്ടോ. അപ്പം അതിനുള്ള മസാലയാണ് ഇപ്പോൾ ഈ തയ്യാറായി കൊണ്ടിരിക്കുന്നത്. ഫ്രൈ ആയി കഴിഞ്ഞാൽ പിന്നെ മസാല ഉണ്ടാക്കിയിട്ട് വേഗം ഉണ്ടാക്കാം. അപ്പോൾ ഫ്രൈ ചെയ്ത് വെച്ച സോസേജും ക്യാപ്സിക്കനും ക്യാരറ്റും പാടൊക്കെ നന്നായിട്ട് ആ മസാലയിൽ ഇട്ടിട്ട് നന്നായിട്ട് മിക്സാക്കുക. അപ്പോൾ ഇതെല്ലാം നല്ലോണം മിക്സായി കഴിഞ്ഞിട്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടി അതിൽ ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഒന്നും കൂടി നന്നായിട്ട് മിക്സാക്കണം കേട്ടോ. മസാലയൊക്കെ ആകുമ്പോൾ പിടിക്കുന്നത് വരെ നന്നായിട്ട് മിക്സാക്കുക. എന്നിട്ട് പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. സാധനം കണ്ട കാണാൻ തന്നെ നല്ലൊരു ഭംഗിയില്ലേ? കഴിക്കാനും നല്ല ടേസ്റ്റാണ്, വലിയ കുഴപ്പമൊന്നുമില്ല. എപ്പോഴും ചിക്കനും ബീഫും മട്ടനൊക്കെ കഴിക്കുന്നവർക്ക് ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഇതേമാതിരിയൊക്കെ സോസേജ് ഉണ്ടാക്കി കഴിക്കാം. ശരിക്കും സോസേജ് മറ്റുള്ളവർ നമ്മളെ ഈ ഫിലിപ്പീനികളും ഇംഗ്ലീഷുകാരൊക്കെ ഓരോക്കെ സലാഡായിട്ട് കഴിക്കുന്ന സാധനമാണ്. നമ്മളാൾക്കാർ പിന്നെ അത് ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കും. എന്നിട്ട് കറി വെച്ച വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് കാണാത്ത ആൾക്കാർക്ക് വേണമെങ്കിൽ കയറി കാണാം. ഇത് കുറച്ച് മസാല ആയിട്ടാണ് ഉണ്ടാക്കുന്നത്, ചില്ലി മാതിരി കുറച്ച് മസാല ആയിട്ട്. കുറച്ച് കുരുമുളക് പൊടി ഉണ്ടാവും, കുരുമുളക് പൊടി അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചിക്കൻ സുക്കൊക്കെ കഴിക്കണ അതേ ഒരു ടേസ്റ്റ് നമുക്കിത് കഴിക്കാം. ഉണ്ടാക്കാത്തവരൊക്കെ ആരെങ്കിലും ഉണ്ടാക്കിയെന്നുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ടോ കഴിച്ച് നോക്കുകൊണ്ടോ പെരിയിലൊക്കെ മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തു നോക്കുകൊണ്ടോ ഒക്കെ ഇഷ്ടപ്പെടും സാധനം കിട്ടാണ്ടെങ്കിൽ. നാട്ടിലൊക്കെ ലുലു മാളും അതൊക്കെ വന്നത് കാരണം എല്ലാ സാധനങ്ങളും ഉണ്ടാവുമല്ലോ, ഒന്നിനും ഒരു കുറവുണ്ടാവില്ല. അപ്പോൾ എല്ലാ സാധനങ്ങളും നാട്ടിലും കിട്ടും. ഇപ്പോൾ സാധനം റെഡിയായി കേട്ടോ, അത്രേ പണിയുള്ളൂ.
സാധനം ഫ്രൈ ആയി കഴിഞ്ഞ് മസാല ഉണ്ടായി കഴിഞ്ഞ് അത്രേ പണിയുള്ളൂ. സാധനം റെഡിയായി. ഇനി കുറച്ച് മല്ലിയില അതും കൂടി അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇനി അതൊരു പാത്രത്തിലാക്കിയിട്ട് നമ്മൾ പാർസൽ ചെയ്ത് വിടാനുള്ള ഒരു ഇതാണ് കേട്ടോ. സൈറ്റിക്ക് കൊണ്ടുപോവുകയാണ്, അതിനും വേണ്ടിയിട്ട് പാത്രത്തിലാക്കുകയാണ്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോ, ഒരു കൊച്ചു ചെറിയ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. ലൈക്ക് ചെയ്യാൻ നിങ്ങൾ ഒരിക്കലും മറക്കരുത് കേട്ടോ. ലൈക്കാണ് ഏറ്റവും മുഖ്യം. ചെറിയൊരു വീഡിയോ ആണ്, വലിയ ടൈമിംഗ് ഒന്നും ആരും കളഞ്ഞിട്ടില്ല. ഒരു 6 മിനിറ്റ് ചില്ലറയില്ലൊരു വീഡിയോ ഉള്ളൂ, കൂടുതലൊന്നുമില്ല. അപ്പോൾ ഓക്കെ, അടുത്തൊരു വീഡിയോയുമായിട്ട് ഇൻഷാ അല്ലാഹ് വീണ്ടും വരുന്നത്. എല്ലാവരോടും ബൈ ബൈ.